ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പെരിന്തൽമണ്ണയിൽ ചെറുപുഴ തോട്ടിൽ മലിനജലം ഒഴുകുന്നു. തോട്ടിലെ വെള്ളത്തിന് അസാധാരണ നിറവും രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. പെരിന്തൽമണ്ണ നഗരത്തിലെ ചെറുപുഴ തോട് കടുത്ത വേനലിലും വെള്ളമൊഴുകുന്ന അപൂർവ ജലസ്രോതസ്സായി തുടരുമ്പോഴും ഗുരുതരമായ മലിനീകരണ ഭീഷണിയാണ് ഉയർന്നിരിക്കുന്നത്. ഒഴുകുന്ന വെള്ളത്തിന് അസാധാരണ നിറവും രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. തോട്ടിന്റെ പരിസര പ്രദേശങ്ങളിലേക്കും ദുർഗന്ധം വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനയിൽ കടകളിൽ നിന്നും വീടുകളിൽ നിന്നും ഒഴുകുന്ന മാലിന്യങ്ങൾ ഉൾപ്പെടെ കക്കൂസ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് ചേർക്കപ്പെടുന്നതായി കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിവരങ്ങൾ വ്യക്തമായത്. മാസങ്ങൾക്ക് മുൻപ് തോടുകളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരസഭ നടത്തിയിരുന്നുവെന്നും എന്നാൽ വീണ്ടും മലിനീകരണം ശക്തമായതായി പെരിന്തൽമണ്ണ മുനിസിപ്പൽ സെക്രട്ടറി ലാൽകുമാർ നില 24 ലൈവിനോട് പ്രതികരിച്ചു. പഴയ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ കൂടെ ആ പള്ളിയുടെ അടുത്തൂടെ ആ ടൗണിലേക്കുള്ളൊരു ഓടയുണ്ട്. ഓടയിൽ നിന്ന് ആ ഓടയിലേക്ക് പലരും ഈ വേസ്റ്റ് ഇറക്കിയിട്ടുണ്ടാവും. ആ വേസ്റ്റാണ് വന്ന് ഈ വെള്ളത്തിൽ ചാടുന്നത്. നമ്മളിപ്പോൾ അത് ക്ലീൻ ചെയ്യും, മൊത്തം സ്ലാബ് ഇട്ടേക്കുന്നതാണ്. മൊത്തം ഇളക്കി നോക്കിയെങ്കിൽ നമുക്കത് എവിടെ നിന്നാണ് ആരൊക്കെയാണ്. ഇപ്പം നമ്മൾ ഒരെണ്ണപ്പോൾ ഒരു നോക്കി ഒരു സ്ലാബ് ഇളക്കിയപ്പം പല വീട്ടുകാരും വേസ്റ്റിൻ്റെ വീട്ടിലെ കക്കൂസ്മാലിന് ഉൾപ്പെടെ കൊണ്ട് ഈ തോട്ടിലേക്കാണ്. ഈ ഉണക്കത്തും ആ തോട്ടിൽ വെള്ളമാണ്. അങ്ങനെയാണ് സംശയം തോന്നി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഈ വീട്ടിൽ വേസ്റ്റ് മൊത്തവും ഈ ഓടയിലേക്ക് ഇറക്കുവാണ്. ഈ ഓടയിലെ വെള്ളമാണ് ഇതാണ് അങ്ങോട്ട് ചെന്നിട്ട് അങ്ങാടിപ്പുറത്തേക്കാണ്. അപ്പോൾ അങ്ങാടിപ്പുറത്തുനിന്ന് ആൾക്കാർ പരാതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കല്ലാത്ത ഇവിടുത്തെ താലൂക്ക് സഭ പ്രശ്നം വന്നു. ഇങ്ങനത്തെ ആവശ്യക്കാരും നമ്മളും എല്ലാവരും ഒരുമിച്ച് ഈ കണ്ടിരുന്നു. അത് നടപടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വരുന്നവരെയും മെയിനായിട്ട് വരുന്നവരെ ദുർഗന്ധമുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ടൗൺ ആയതുകൊണ്ട് ഈ വേസ്റ്റ് മൊത്തം ഇവർ ഓടയിലേക്ക് ഇറക്കണം. ഓടയിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ ക്ലീൻ ഇപ്പം ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേന് നല്ല രീതിയിൽ ഒഴുകി അടുത്ത പഞ്ചായത്തിലോട്ട് അങ്ങാടിപ്പുറത്തോട്ട് ചെല്ലും. ഒരു ചെയ്യണം. അവിടെ കെട്ടിക്കിടന്നിട്ട് അവിടുത്തുകാർക്ക് ഈ ആള് കാരണം വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അവരവിടുന്ന് പരാതിയായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അത് ചെയ്യണം. നമുക്കും ഒരു കൺട്രോളുണ്ട്. നമുക്ക് എല്ലാം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. എങ്കിലും ജനങ്ങളും കുറച്ച് അവബോധം ഉണ്ടായി. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അവരൊന്നും ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഒത്തിരി ഇതുണ്ട്. പറഞ്ഞില്ല, ഇഷ്ടംപോലെ ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ വേസ്റ്റ് മൊത്തം നമ്മുടെ തോട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ വലിയ പണി വരും. മൂസകുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന തോട് അൽഷിഫ, വലിയങ്ങാടി, ഓരേടം പാലം, തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ ഒഴുകി ഒടുവിൽ കടലുണ്ടിപ്പുഴയിൽ ചേർന്ന് അവസാനിക്കുന്നു. മലിനീകരണത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്.